ഗുഡ് മോർണിംഗ് ഓൾ. ഇത് 2026 എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകളുടെ മുന്നിലേക്ക് ഈ സംഭവം നമ്മളെ സംബന്ധിച്ച പുതിയ അപ്ഡേഷൻസ് വലിയ വലിയ പ്രതീക്ഷയാണ്. എന്താണ് നമ്മളുടെ കമ്പനി നമുക്ക് തന്നിട്ടുള്ള ജോഷി സാർ തന്നിട്ടുള്ള അപ്ഡേഷൻ? വളരെ സിമ്പിൾ ആയ ഒരു കാര്യം ചെയ്തിട്ടുള്ളൂ, പക്ഷെ വലിയ മാറ്റമാണ് അത് ഓരോ വ്യക്തികളിലും നമ്മുടെ ബിസിനസ്സിൽ വരുത്തുന്നത്. സിമ്പിൾ ആയ ഒരു കാര്യം എന്താണ് ചെയ്ത കാര്യം? നമുക്ക് റഫറൽ ബോണസ് ഇംപ്ലിമെന്റ് ചെയ്തു. നമ്മളുടെ റഫറൽ ബോണസ്, ഡയറക്റ്റ് റഫറൽ ബോണസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ, ഓരോ വ്യക്തികളുടെ ലൈഫിനെയും മാറ്റിമറിക്കാൻ ഒതുക്കുന്ന, ഒരു വ്യക്തിയുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്ന രീതിയിലുള്ള വലിയ വരുമാന സാധ്യതയുള്ളതാണ്. ഇവിടെ കഴിഞ്ഞ 1-2 വർഷമായി ഇത് ചെയ്ത് ശരിയായ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്താത്ത പല ആളുകളും ആ നിരാശ കളയാം. ഈ ഒരു വർഷം നമുക്ക് നമ്മൾ ആഗ്രഹിച്ചതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള സാഹചര്യം കമ്പനി ഒരുക്കിയിട്ടുണ്ട്. ഡയറക്ട് റഫറൽ ബോണസ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം. എന്താണ് ഡയറക്ട് റഫറൽ അല്ലെങ്കിൽ സ്പോൺസറിങ്? നമ്മൾ സാധാരണ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എക്സ് എന്ന് പറയുന്ന അപ്ലൈ, അദ്ദേഹത്തിന്റെ ജീനിയർ സൈഡ്, വിന്നർ സൈഡ്, നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒരു ഡയറക്ട് റഫറൽ തന്നെയാണ് കൊടുക്കാറ്. നമ്മളെ പഴയ കണ്ടീഷൻ അനുസരിച്ച് ക്രൈറ്റീരിയ വിൻ ചെയ്യണമെങ്കിൽ 150 PV വേണം. അത് 2 ഡയറക്ട് റഫറൽ വേണം. ജീനിയർ സൈഡ്, വിന്നർ സൈഡ് 2 ഡയറക്ട് റഫറൽ നമുക്ക് വേണം. അപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ ചെയ്യാറുള്ളത്, നമ്മളുടെ ഡയറക്റ്റ് ബന്ധമാണെങ്കിൽ പോലും നമ്മുടെ ട്രീയിലുള്ള എക്സ്ട്രീം റൈറ്റോ ലെഫ്റ്റോ കൊടുക്കുന്ന, വിന്നർ സൈഡിലോ ജീനിയർ സൈഡോ എടുക്കുന്ന വ്യക്തിയുടെ റഫറലാണ്, സ്പോൺസർ ID യിലാണ് നമ്മൾ കൊടുക്കുക. ആരുടെ സ്പോൺസർ ID ആണോ കൊടുക്കുന്നത്, ആ സ്പോൺസർ ഐഡിയുടെ കോളത്തില് ആരുടെ ID ആണോ കൊടുക്കുന്നത്, ആൾക്കാണ് ഇതിന്റെ റഫറൽ ഇൻകം ലഭിക്കുന്നത്. ഇന്നലെ വരെ അല്ലെങ്കിൽ ഇത്ര കാലം വരെ അത് നമുക്ക് ഇല്ലായിരുന്നു. ക്രൈറ്റീരിയ വിൻ ചെയ്യാൻ 2 റഫറൽ വേണമെന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് റഫറൽ കൊടുത്തതിന് പ്രത്യേകിച്ചൊരു ഇൻകം ഉണ്ടായിരുന്നില്ല. അപ്പൊ നാളെ മുതല്, ഇന്ന് മുതൽ ഇത് ആരംഭിക്കുകയാണ്. നിങ്ങളുടെ സ്പോൺസർ ID ആരുടെ പേരിലാണോ കൊടുക്കുന്നത്, ആ വ്യക്തിക്ക് സ്പോൺസർ ഇൻകം കിട്ടുന്നത്, അഥവാ റഫറൽ ഇൻകം കിട്ടും. ഇതാണ് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു ഇൻകം. ഇത് ട്രീയിൽ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എത്ര ഡയറക്റ്റ് റഫറൽ വേണമെങ്കിലും കൊടുക്കുക. നിങ്ങളുടെ എക്സ്ട്രീം ലെഫ്റ്റ് അഥവാ ജീനിയർ സൈഡ്, എക്സ്ട്രീം റൈറ്റ്, വിന്നർ സൈഡ്, നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ 2 റഫറൽ ഉണ്ടാവാം. ഇപ്പൊ മാർക്കറ്റിൽ നിങ്ങൾ പുതിയൊരാളെ കണ്ടുമുട്ടുന്നു, അവരെ ഈ ബിസിനസ്സിലേക്ക് ക്ഷണിക്കുന്നു. അവരുടെ നിങ്ങളുടെ ID നമ്പർ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എക്സ്ട്രീം ലെഫ്റ്റ് അഥവാ ജീനിയർ സൈഡ് കൊടുത്താൽ, ഇപ്പോൾ നിങ്ങളുടെ നിലവിലുള്ള ട്രീയുടെ ഏറ്റവും താഴെ 10 ആളോ 20 ആളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 10 ആളുണ്ടെങ്കിൽ, ആ 10ാമത്തെ ആള് Y എന്ന് പറഞ്ഞ ആളാണെങ്കിൽ, ആ Yയുടെ തൊട്ടു താഴെയായിട്ട് ഈ നമ്മൾ കൊടുക്കുന്ന പുതിയ X എന്ന് പറയുന്ന ആള് പോസ്റ്റിംഗ് ആവും. അതിന്റെ റഫറൽ ആരാണ്? ഞാനാണ്. എന്നാൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? അതിന്റെ ട്രീയിൽ പൊസിഷൻ എവിടെയാണ്? എക്സ്ട്രീം ലെഫ്റ്റിലുള്ള ജീനിയർ സൈഡിലുള്ള ഏറ്റവും താഴത്ത് വരുന്ന ആളുടെ താഴെയായിരിക്കും. അപ്പോ നമ്മൾക്ക് ഒരു വ്യക്തിയെ നമ്മൾ പുതിയതായി ഈ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് കമ്പനി തരുന്നു റഫറൽ ഇൻകം നമുക്ക് തരിക. ഈ റഫറൽ ഇൻകം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യം ചെയ്യുന്നു. നിലവിലുള്ള പാക്കേജുകൾ നമുക്കുണ്ട്. 9800, 10700, 16500, 5200, ഈ പറഞ്ഞ പോലെ 19300, ഇങ്ങനെ നിരവധിയായിട്ടുള്ള പാക്കേജുകൾ നമുക്കുണ്ട്. നിലവിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പാക്കേജുകളിൽ നമ്മൾ സ്പോൺസർ ചെയ്താലും റഫറൽ ഇൻകം കിട്ടില്ല. അതിനായി നമ്മുടെ കമ്പനി നിരവധി പുതിയ പാക്കേജുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ്, VAP, വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ്. ആ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സിന്റെ പാക്കേജുകൾ പർച്ചേസ് ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമേ, വാല്യൂ ആഡഡ് പ്രൊഡക്ട്സുകൾ പർച്ചേസ് ചെയ്യുന്ന വ്യക്തികൾ മാത്രമേ ഈ പറയുന്ന ഡയറക്ട് റഫറൽ ബോണസ് അഥവാ സ്പോൺസർ ഇൻകം ലഭിക്കുകയുള്ളൂ. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. നിലവിലുള്ള നിങ്ങൾ നാളെ സാധാരണ 9800 പാക്കേജാണ്, അല്ലെങ്കിൽ 10700 പാക്കേജാണ് അവർ ആ പുതിയ ഡിസ്ട്രിബ്യൂട്ടർ പർച്ചേസ് ചെയ്യുന്നെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ
നിങ്ങളുടെ സ്പോൺസർ ഐ ഡി കൊടുത്തു, നിങ്ങളുടെ എക്സ്ട്രീം ലെഫ്റ്റില് ഏറ്റവും താഴത്തെ പോസ്റ്റിംഗ് വന്നു. പക്ഷെ എടുക്കുന്ന പാക്കേജ് ഈ പറയുന്ന പഴയ പാക്കേജ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല? ഈ സ്പോൺസറിങ് കിട്ടില്ല. അവർക്ക് എന്തേ കിട്ടുള്ളൂ? പഴയ നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ഈ പറയുന്ന ഒരു PVക്ക് 8.8 എന്നുള്ള നമ്മളുടെ മാച്ചിങ് ബോണസ് മാത്രമാണ് കിട്ടുന്നത്. അത് അങ്ങനെ മതി എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം. ഈ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സുകൾ പർച്ചേസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പുതിയ റഫറൽ ലിങ്ക് കിട്ടും. ഞാൻ ഇതിലേക്ക് വരാം. അപ്പൊ ഇതില് ഒട്ടനവധി പുതിയ പാക്കേജുകളുണ്ട്. നമുക്കിപ്പോ പാക്കേജുകളുടെ എണ്ണം നമ്മുടെ കമ്പനി വെറും 4 പ്രൊഡക്റ്റ് ആയിട്ട് തുടങ്ങിയതാണ്. ഇന്ന് 20-30 പാക്കേജുകളിലേക്ക് നമുക്ക് പറയാനായിട്ട് പറ്റും. അത്തരത്തിൽ നിരവധി പാക്കേജുകൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൽ ഏറ്റവും നമുക്ക് ചെറിയൊരു പാക്കേജ് തുടങ്ങാം. 25 PV ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 6900 ആണ്. 2 അൾട്രാബെറി ഉണ്ട്. അതിന്റെ കൂടെ നമ്മള് ഒരു സെറ്റ് സോപ്പും ഉണ്ട്. ഇതാണ് നമ്മുടെ ഇപ്പോഴുള്ള ചെറിയ പാക്കേജ്. ഇനി കുറച്ചുകൂടി ഒരു 50 PVയുടെ ഒരു പാക്കേജ് എന്ന് പറയുന്നത് ലേഡീസിന്റെ സാനിറ്ററി പാഡുമായി ബന്ധപ്പെട്ട 11,500 ഒരു പാക്കേജ്. അതില് 30 പാക്കറ്റ് ഇൻറ്റു 10, ഒരേ പാക്കറ്റിന് 10 ആണ്. അങ്ങനെ 300 എണ്ണം സാനിറ്ററി പാഡ് കിട്ടുന്ന രീതിയിലാണ്. ഓരോ 10ന്റെ സെറ്റിനും നമുക്ക് 500 രൂപ MRP ഉണ്ട്. 350 രൂപ നമുക്ക്, അതായത് അതിലും റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടും. നല്ല രീതിയിൽ അത് വേണമെങ്കിൽ ഒരു 30 എണ്ണത്തിന്റെ പാക്കേജിന് ഓരോ വ്യക്തികൾക്ക് 10 വെച്ച് വേണമെങ്കിൽ നമുക്ക് ചെറിയ പാക്കേജുകൾ അതിന് കൊടുക്കാൻ റീറ്റെയിൽ ചെയ്യാനും പറ്റും. ഇനി നമ്മുടെ 10,200 സാധാരണ പാക്കേജ് നമ്മളിപ്പോ കൊടുത്തുകൊടുക്കുന്ന പാക്കേജിന്റെ കൂടെ 3 അൾട്രാബെറി കൂടിയിട്ട് വെറും 3 അൾട്രാബെറി കൂടുന്നു. വില കൂടുന്നതിലാണ് രസകരം. 1000 വെറും 3000, 13,700 വരുന്ന സമയത്ത് നമുക്ക് 50 PVയുടെ ഈ പറയുന്ന വാല്യൂ ആഡഡ് പാക്കേജ് ലഭിക്കുന്നതാണ്. ആ പാക്കേജ് വലിയ വലിയ ലാഭമാണ് വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാവും. 10,200 സാധാ പാക്കേജിന്റെ കൂടെ വെറും 3000 കൊടുക്കുമ്പോ MRP 4000 ഉള്ള 4 അൾട്രാബെറിയാണ് നമുക്ക് കിട്ടും. നമുക്ക് ഓരോ അൾട്രാബെറിക്ക് അപ്പൊ തുച്ഛമായ 1000 രൂപ മാത്രമാണ് വന്നത്. റീറ്റെയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് 3ഉം റീറ്റെയിൽ ചെയ്യുകയാണെങ്കിൽ അപ്പോ തന്നെ നമുക്ക് ഈ പൈസ തിരിച്ചു കിട്ടിയ പ്രതീതിയാണ്. ഇത്തരത്തിൽ ഏറ്റവും ലളിതമായ രീതിയിൽ വാങ്ങുന്നവനും വാങ്ങിപ്പിക്കുന്ന വ്യക്തിക്കും വിൽക്കുന്നവനും വിൽപ്പിക്കുന്നവനും ഒരുപോലെ ആദായകരമായ, ലാഭകരമായ, അട്രാക്റ്റീവായ നിരവധി പാക്കേജുകളാണ് നമ്മുടെ കമ്പനി നമുക്ക് വേണ്ടി തന്നിട്ടുള്ളത്. വളരെ 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 അമേസിംഗ് പ്രൊഡക്ട്സ് പാക്കേജുകളാണ്. ഇനി ഒരു 100 PV ഒരു പാക്കേജിലേക്ക് പോയാൽ നമ്മുടെ പഴയ 19,300 പാക്കേജിലേക്ക് പോയാൽ 25,200 ആണ്. അതിൽ എന്ത് സംഭവിക്കും? 19,300 പാക്കേജ് പ്ലസ് 6 അൾട്രാബെറി കിട്ടും. വളരെ വളരെ രസകരമായിട്ടുള്ള പാക്കേജ്. ഇനി നമ്മൾ കുറെ കാലമായി ആഗ്രഹിച്ചിരുന്ന നമ്മുടെ മാഗ്നറ്റിക് ഷൂ അടങ്ങുന്ന പാക്കേജുകളുണ്ട്. 24 കാരറ്റ് നമ്മുടെ ഗോൾഡ് വാച്ചുകളുണ്ട്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഇനി പാക്കേജുകൾ വരാനിരിക്കുക. മോർപ്പറും ആഡ് ചെയ്തിട്ടുള്ള പാക്കേജുകൾ, ഇങ്ങനെ വ്യത്യസ്തമായ പാക്കേജുകൾ നിരവധി ഉണ്ട്. ഇനിയിപ്പോ ഏത് തെരഞ്ഞെടുക്കണം എന്നതിനെ കുറിച്ച് മാത്രമേ ആളുകൾക്ക് ഡൗട്ടുകൾ വരുള്ളൂ. അതുപോലെ 50,000 മേലെ വരുന്ന ഒരു പാക്കേജ്, അതിൽ 1,00,000 പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അത് ഇത്തരത്തിലുള്ള നിരവധി പാക്കേജ് കസ്റ്റമറുടെ സൗകര്യാർത്ഥം നമുക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. കൃത്യമായിട്ട് വലിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ റീറ്റെയിൽ ചെയ്യാൻ പറ്റുന്ന, വാങ്ങുന്ന വ്യക്തിക്ക് കൈ നിറച്ച് അതായത് ഒരുപാട് ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന രീതിയിൽ നമുക്ക് ഈ ഉൽപ്പന്നത്തെ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. വളരെ അഭിമാനത്തോടെ അവതരിപ്പിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് പാക്കേജുകൾ ഇനിയും ആ ശ്രേണിയിലേക്ക് നിരവധി ഉൽപ്പന്നങ്ങൾ വരുന്നു എന്നാണ്. അപ്പോ ഇങ്ങനെ ഇത്തരത്തിലുള്ള വാല്യൂ ആഡഡ് പ്രൊഡക്ട്സുകൾ പർച്ചേസ് ചെയ്യിപ്പിക്കുന്ന വ്യക്തികൾക്ക് എന്താണ് നേട്ടം? ഞാൻ പറഞ്ഞു, നമ്മൾ ഡയറക്റ്റ് റഫറൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് സ്പോൺസറിങ് കിട്ടും. അവരെവിടെ പോസ്റ്റ് ആവും? നമ്മുടെ എക്സ്ട്രീം ജീനിയസ് സൈഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ജീനിയസ് സൈഡിൽ ഏറ്റവും താഴ്ത്ത് കിടക്കുന്ന വ്യക്തിയുടെ ഡൗൺ ലൈൻ ആയിട്ടായിരിക്കും അത് പോസ്റ്റിംഗ് വരുന്നുണ്ടാവും. അപ്പോ നമുക്ക് എന്താണ് നേട്ടം?
ഡയറക്റ്റ് റെഫറൽ കൊടുക്കുമ്പോൾ ഡയറക്റ്റ് റെഫറലിംഗ് കിട്ടും. എത്ര കിട്ടും? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റ് എത്രയാണ്? ഇന്ത്യയിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലും ഇല്ലാത്ത, ഇന്ന് വരെ ഇന്ത്യയിൽ കണ്ടിട്ടില്ലാത്ത ഒരു ഡയറക്റ്റ് ബോണസ് ആണ്, അതായത് സ്പോൺസർ ഇൻകം ആണ് ഈ വയോട്ടോറിയം നമ്മൾക്ക് തന്നിട്ടുള്ളത്. അത് അവിശ്വസനീയമാണ്, അമേസിംഗ് ആണ്, വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. ഇനി മറ്റൊരു കമ്പനിക്ക് ഇതിന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ എന്താണ് നമ്മുടെ ഈ ബയോട്ടോറിയം വ്യത്യസ്തമാകുന്നത് എന്ന് ചോദിക്കുന്നതിന് ഉത്തരമാണ് നമ്മളുടെ ഈ പറയുന്ന റഫറൽ ഇൻകം. അതായത് 50 PV റഫർ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഡയറക്ട് സ്പോൺസർ ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം 100 PV ചെയ്യുന്ന സംബന്ധിച്ചിടത്തോളം 25 PV, അതുപോലെ തന്നെ 13 PV അടക്കം എല്ലാ പാക്കേജുകൾക്കും നമുക്ക് റഫറൽ ഇൻകം കിട്ടും എന്നുള്ളതാണ്. 100 PV ആണെങ്കിൽ 4040 രൂപ. 4040 രൂപ. ശ്രദ്ധിക്കൂ, ഓരോ സ്റ്റുഡൻസ് ശ്രദ്ധിക്കൂ. ഇനി ഈ ബയോട്ടോറിയത്തിൽ വരുമാനമില്ല എന്ന് പറഞ്ഞ് ഒരാളും തലകുനിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ ഒരാളെ കണ്ട്, അല്ലെങ്കിൽ 4 ആളെ കാണുന്നു, 10 ആളെ കാണുന്നു, ഓക്കെ, എത്രയായിക്കോട്ടെ, ഒരാളെ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞാൽ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞാൽ, ബിസിനസ് കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ, പ്രൊഡക്റ്റിനെ അവരെ പർച്ചേസ് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞാൽ, ഒരു 100 PV ഡയറക്റ്റ് നിങ്ങൾ കൊടുത്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 4040 രൂപ കിട്ടും. 4040 രൂപ കിട്ടും. വെറും 100 PV. വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കില്ല. വളരെ സിമ്പിൾ പ്ലാൻ. നമ്മുടെ പ്ലാൻ വളരെ സിമ്പിൾ ആയി. ഡയറക്റ്റ് നിങ്ങൾ ഒരു സെയിൽ എടുക്കും, 4040 രൂപ ഇൻകം നേടും. ഇനി 50 PV ആണെങ്കിൽ അത് 2020 2020 രൂപയാവുന്നു. 25 PV ആണെങ്കിൽ 1010 1010 ആവുന്നു. 13 PV ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 525 രൂപ. ഈ രീതിയില് ഏത് പാക്കേജിനും ഡയറക്റ്റ് ഇൻകം നമുക്ക് നേടാൻ പറ്റും. നമ്മുടെ തായ്ലൻഡ് ട്രിപ്പ് ഉണ്ടല്ലോ, തായ്ലൻഡ് ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ നിങ്ങളെ വളരെയധികം ഇത് സഹായിക്കും. കാരണം കമ്പനി മദർ പ്ലാൻ എന്നുള്ള എല്ലാ ഇൻകം തായ്ലൻഡ് ട്രിപ്പിന് പരിഗണിക്കുന്നതാണ് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും റഫറൽ ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ മദർ ഇൻകത്തിൽ നിന്നുള്ളതാണ്, സ്പോൺസർ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും തായ്ലൻഡ് ട്രിപ്പ് വളരെ ഈസി ആയിട്ട് വിൻ ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്കിവിടെ ഉരുത്തിരിഞ്ഞു വരികയാണ്. ഒരു റഫറൽ കൊടുത്ത 4400. അപ്പോ 10 റഫറലാകുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം 40,000 20 ആകുമ്പോ 80,000. ഒരു 25 റഫറൽ ഡയറക്റ്റ് ചെയ്യുക. ഞാൻ നടക്കാൻ പറ്റാത്ത കാര്യമല്ല പറഞ്ഞു. 25 റഫറല് ഡയറക്റ്റ് നമ്മൾ ചെയ്താൽ നമുക്ക് 1 ലക്ഷം ഇൻകായി. ഒരു 30 ഇതിന്റെ ഇടയിൽ 30 ഫാമിലി ബോണസും വന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തായ്ലൻഡ് ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം 44 ഫാമിലി ബോണസിന് വേണ്ടി കാത്തു നിൽക്കണ്ട. ടീം വർക്ക്, ഫാമിലി ബോണസ് എവിടെ നിന്നാണ് വരുന്നത്? ടീം വർക്കിലൂടെ. ശ്രദ്ധിക്കുക, ഇതിന്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഫാമിലി ബോണസ് വരുന്നത് ടീം വർക്കിലൂടെയാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് വരുത്താൻ പറ്റുന്നത്. നമ്മുടെ ജൂനിയർ സൈഡിലും വിന്നർ സൈഡിലും പറയുന്ന 100 PV 50 PV മാച്ച് നടക്കുകയാണ്. ഫ്രഷ് ആയിട്ടുള്ള 12 മണിക്കൂറുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് ടീം വർക്കിലൂടെ നടക്കുന്നു. നിങ്ങളുടെ പേഴ്സണൽ എഫർട്ട് കൊണ്ട് നിങ്ങൾ പേഴ്സണൽ സെയിൽസ് കൊണ്ടുവരുന്നു. ആ പേഴ്സണൽ സെയിൽസിനെ നമ്മുടെ എക്സ്ട്രീം ലെഫ്റ്റോ റൈറ്റോ ജൂനിയർ സൈഡിലോ വിന്നർ സൈഡിലോ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഡയറക്റ്റ് റഫർ ലിങ്ക് നമുക്ക് ലഭിക്കും വഴി ഈ പറയുന്ന ഫാമിലി ബോണസിന്റെ എണ്ണം കൂട്ടാനും അതോടൊപ്പം തന്നെ തായ്ലൻഡ് ട്രിപ്പ് വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 6 മാസം വിചാരിച്ച ആളുകൾക്ക് 3 മാസം കൊണ്ട് വേണമെങ്കിൽ തായ്ലൻഡ് ട്രിപ്പ് അച്ചീവ് ചെയ്യും വളരെ ഈസി ആയിട്ട്. 25 ഡയറക്റ്റ് റഫറിൽ ഞാൻ എല്ലാം ഡയറക്റ്റ് റഫറിലൂടെ കൊണ്ടുവരുന്നല്ല, 25 കൊണ്ടുവരുമ്പോ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ടീം വർക്കിലേക്ക് അത് നമ്മൾ താഴെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മറ്റുള്ള ആളുകൾക്കും ഫാമിലി ബോണസ് അച്ചീവ് ചെയ്യാൻ സഹായം. ഇനി നമ്മൾ ഡയറക്റ്റ് റഫറിൽ നമ്മൾ കൊടുക്കുന്നു, നമുക്ക് 4040 രൂപ കിട്ടുന്നു 100 രൂപയ്ക്ക്, അല്ലെങ്കിൽ 2020 രൂപ 50 രൂപയ്ക്ക് കിട്ടും. അതോടൊപ്പം തന്നെ അവിടെ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ ഡൗൺലൈനെ അവിടെ ഹെൽപ്പ് ചെയ്യാനും നമുക്ക് പറ്റുന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഏതെങ്കിലും ഡൗൺലൈനിന്റെ താഴെയായിരിക്കും പോസ്റ്റിംഗ് വരുന്നുണ്ടാവും. തീർച്ചയായിട്ടും പിന്നീട് അവിടെ നിന്ന് വരുന്ന ടീം വൈസ് വരുന്ന PV, ആ റഫറിൽ നിന്ന് വരുന്ന PV ഇവർക്ക് ജീനിയർ സൈഡ് ആയിക്കോട്ടെ വിന്നർ സൈഡ് ആയിക്കോട്ടെ ഫാമിലി ബോണസിനും അവയർനെസ് ബോണസിനും അത് സഹായിക്കുന്നതാണ്. ഫാമിലി ബോണസിനും അവയർനെസ് ബോണസിനും നമ്മുടെ ഡയറക്റ്റ് റഫറിൽ വരുന്ന എല്ലാ ബിസിനസ്സും അവർക്കും അത് സഹായകരമായിട്ട് മാറും. അങ്ങനെ ടീമിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട്, നമ്മുടെ കൂടെ വരുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെ
നമ്മുടെ വരുമാനത്തെ ഉയർത്താനാണ് നമ്മുടെ ഈ ഇൻകം, റഫറൽ ഇൻകം അഥവാ ഡയറക്റ്റ് കൊണ്ടുവരുന്ന സെയിലുകൾ നമ്മൾ സഹായിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു 4040 100 PVക്ക്, 50 PVക്ക് 2020 25 PVക്ക് 1010. ഈ രീതിയിൽ നമുക്ക് ഡെയിലി 2 കട്ട് ഓഫിലും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. 2 കട്ട് ഓഫിലും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി നമ്മൾ ക്രൈറ്റീരിയ എന്ന് പറയുന്ന കടമ്പയെ പേടിക്കേണ്ടതില്ല. സാധാരണ പഴയ കാലഘട്ടത്തിൽ ഒരു വ്യക്തിക്ക് ആദ്യത്തെ വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾ വെൽക്കം ബോണസ് ആണ് പറഞ്ഞിരുന്നത്. വെൽക്കം ബോണസ് കിട്ടണമെങ്കിൽ 150 PVയുടെ ആ കടമ്പ, 150 PV അദ്ദേഹം ബിസിനസ് കൊടുക്കണമായിരുന്നു. 150. ഇനി അങ്ങനെ ആവശ്യമില്ല. ഇന്ന് സ്റ്റാർട്ട് ചെയ്ത വ്യക്തി ആൾ ഫസ്റ്റ് ഒരു സെയിൽ കൊണ്ടുവരുമ്പോൾ, ഒരു സെയിൽ എടുക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നതാണ്. ഇങ്ങനെ സിംഗിൾ സെയിലില് വരുമാനം കൊടുക്കുന്ന ഒരു പ്ലാനും ഇന്ന് നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിലില്ല. ഈ രീതിയിൽ വരുമാനം കൊടുക്കുന്ന ഒരു പ്ലാനും ഡയറക്റ്റ് ഒരു റെഫറൽ കൊടുത്തു, നമുക്ക് 4400 രൂപ കിട്ടി. ഒരു മാസം 10 ഡയറക്റ്റ് റെഫറൽ കൊടുത്താൽ 40,000 നമുക്ക് കിട്ടി. വളരെ സിമ്പിൾ ആയിട്ട് വലിയ രീതിയിൽ ആൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് നമ്മുടെ റെഫറൽ ഇൻകം എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടാമത്തെ പോയിന്റ് ഞാൻ കിടക്കണം. നമ്മൾ അങ്ങനെ ട്രീക്ക് കിടക്കണം. പുതിയൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ട്രീ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. എക്സ് എന്ന് പറയുന്ന വ്യക്തി കടന്നു വന്നു. ആളെ സംബന്ധിച്ചിടത്തോളം ജീനിയസ് സൈഡില് 100 PV കൊണ്ടുവന്നു, അപ്പൊ 4000 കിട്ടി. വിന്നർ സൈഡില് 50 PV കൊണ്ടുവന്നു, അദ്ദേഹത്തിന് ഡയറക്ട് റെഫറൽ, അപ്പൊ 2000 കിട്ടി. 2 സൈഡിൽ വെച്ചപ്പോ തന്നെ 6000 അദ്ദേഹത്തിന് കിട്ടി. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ അപ്ലൈ മുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഡയറക്ട് റെഫറല് താഴ്ത്തിക്ക് എവിടെ വന്നത്, ഇദ്ദേഹത്തിന്റെ ജീനിയസ് സൈഡിൽ വരും. ഒരു 100 PV വന്നു എന്ന് കരുതുന്നത്, അല്ലെങ്കിൽ 50 PV വന്നു കരുതുന്നത്. അപ്പോ ഇദ്ദേഹം സ്പോൺസർ ചെയ്ത വ്യക്തി ഈ വിന്നർ സൈഡിലുള്ള വ്യക്തി അവിടെ ഒരു 50 PV കൊണ്ടുവന്നു. അപ്പൊ അപ്ലൈൻ സ്പോൺസർ ചെയ്ത 100 PV ഈ പറയുന്ന നമ്മുടെ ഡൗൺലൈൻ തൊട്ട് നമ്മൾ സ്പോൺസർ ചെയ്ത ഡൗൺലൈൻ കൊണ്ടുവന്ന 50 PV. ആ 50 PV കൊണ്ടുവന്ന സമയത്ത് അതിന്റെ സ്പോൺസറിങ് ആർക്കാണ് കിട്ടിയത്? ആ സ്പോൺസർ ചെയ്ത നമ്മുടെ ഫസ്റ്റ് ലെവൽ ഡിസ്ട്രിബ്യൂട്ടർ അദ്ദേഹത്തിനാണ് കിട്ടി. അദ്ദേഹത്തിന് അതിന്റെ സ്പോൺസറിങ് കിട്ടി. നമുക്ക് എന്ത് കിട്ടി? അതിന്റെ മാച്ചിങ് ബോണസ് കിട്ടി. അപ്പോഴാണ് നമുക്ക് മാച്ചിങ് ബോണസ് ആരംഭിക്കും. അതായത് അപ്ലൈന്റെ ബിസിനസ് ആയാലും കുഴപ്പമില്ല, നമ്മുടെ ഡൗൺലൈന്റെ ബിസിനസ് ആയാലും കുഴപ്പമില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ 150 PV സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ട്രീ ഇങ്ങനെ കരുതിയാൽ മതി. ക്രൈറ്റീരിയ ഇല്ലേ? ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കുറിച്ച് ചിന്തിക്കേണ്ട. നമ്മുടെ ട്രീയില് 150 PV എപ്പോൾ മാച്ച് ചെയ്യുന്നുവോ, അതായത് 150 എന്നുള്ള രീതിയിൽ എപ്പോൾ മാച്ച് ചെയ്യുന്നുവോ, അപ്പോ നമുക്ക് മാച്ചിങ് ബോണസ്, സൂപ്പർ അവയർനെസ് ബോണസ് ആരംഭിക്കും. എപ്പോഴാണ് സൂപ്പർ അവയർനെസ് ബോണസ് ആരംഭിക്കുന്നത്? 150 PV നമ്മുടെ ട്രീയിൽ വരുന്ന സമയത്ത്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2 ഡയറക്ട് റെഫറിലൂടെ വരുന്ന സമയത്ത്, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം 150 PV വരാനായിട്ട് ഇവിടെ മുകളിൽ നിന്നായിക്കോട്ടെ, നമ്മുടെ കൂടെയുള്ള താഴെ വന്ന ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ നിന്നായിക്കോട്ടെ, അത് വരുന്ന സമയത്ത് 150 PV വരുന്ന സമയത്ത് നമുക്ക് മാച്ചിങ് ഈ പറയുന്ന ബോണസ് ആരംഭിക്കും. അതായത് അവയർനെസ് ബോണസ് ആരംഭിക്കും. അത് പഴയ പ്ലാൻ തന്നെ, ഒരു മാറ്റമില്ല. 8.8 ആ നിരക്കില് ഈ പറയുന്ന അവയർനെസ് ബോണസ് ലഭിച്ചു. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ നമ്മുടെ വരുമാനം ഫാമിലി ബോണസ്. ഫാമിലി ബോണസിന്റെ കണ്ടീഷൻ അത് തന്നെ. 5 AM to 5 PM, 5 PM to 5 AM ഈ 12 മണിക്കൂർ സമയത്തിനുള്ളിൽ ഫ്രഷ് ബിസിനസ് 100 PV എന്നാൽ നമുക്ക് പഴയ പോലെ തന്നെ 5940 5,940 രൂപ അവിടെ കിട്ടും. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഫാമിലി ബോണസ് കിട്ടാനും നമ്മുടെ അപ്ലൈൻ സ്പോൺസർ ചെയ്ത വ്യക്തി നമ്മുടെ ട്രീയിൽ വരുന്ന സമയത്ത്, ആ ബിസിനസ് വരുന്ന സമയത്തും നമുക്ക് ഫാമിലി ബോണസ് കിട്ടുന്നതാണ്. അതായത് വളരെ ഫാസ്റ്റ് ആയിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ടീം വർക്കിനെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇനി നിങ്ങൾ ഡയറക്റ്റ് തന്നെയാണ് കൊണ്ടുവരണേ. ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മളൊരു 100 PV വരുന്ന സമയത്ത് സാധാരണ നമുക്ക് ഫാമിലി ബോണസ് കിട്ടാറുള്ളത് 6,820 രൂപ അല്ലെ, 5,940 പ്ലസ് ഈ പറയുന്ന 880. 100 PV മാച്ച്.
ഇത് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടാണ് ഫ്രഷ് 100 PV ജീനിയർ സൈഡിലും വിന്നർ സൈഡിലും കൊണ്ടുവരുന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ 6820 കൂടെ സാധാരണ കിട്ടിക്കൊണ്ടിരിക്കുന്ന 6820 കൂടെ ഈ 2 സെയിലും പുതിയ സെയിൽസും കൊണ്ടുവന്നത് സ്പോൺസർ ചെയ്തത് നിങ്ങളാണെങ്കിൽ, മോളിൽ നിന്നല്ല, നിങ്ങൾ ഡയറക്റ്റ് ആണ് കൊണ്ടുവന്നതെങ്കിൽ, സ്പോൺസർ ചെയ്തതെങ്കിൽ 4040 ജീനിയർ സൈഡിൽ കൊടുത്തതിനും കിട്ടും, വിന്നർ സൈഡിൽ കൊടുത്തതിന് 4040 കിട്ടും. അതായത് 8050 കിട്ടും, 14900. നോക്കൂ, നമ്മുടെ ഇൻകം ജമ്പ് ചെയ്യാൻ മിസൈലില് പറക്കുന്ന രീതിയിലാണ് ചെയ്തത്. ഇനി ഒരു സൈഡാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്പോൺസറിങ് ഉള്ളത്, അപ്പൊ 4040 കിട്ടും. 2 സൈഡാണെങ്കിൽ നമുക്ക് 8050 കിട്ടും. ഈ രീതിയിൽ രക്ത സെയിൽസിൽ തന്നെ ഓൾമോസ്റ്റ് 15000 രൂപയോളം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു പ്ലാൻ ഇന്ന് ഇന്ത്യയിൽ വേട്ടപിടി. ഇനി ഇറങ്ങി ഓടുക. കടബാധ്യതയുള്ള വ്യക്തികള്, കാറ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികള്, സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ഇനി നമുക്ക് വീട്ടിലിരിക്കാൻ സമയമില്ല. കാണുന്നവരോട് മുഴുവൻ നമ്മുടെ പുതിയ പ്ലാനെ കുറിച്ച് പറയും. സ്പോൺസർ ഇൻകം 2000, 2020, 4040 ഒറ്റ സൈഡ് മതി. ഇപ്പൊ സാധാരണ ഡയറക്ട് സെല്ലിംഗിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള നിരവധി പരാതികളിൽ ഒന്നാണ്. നമ്മള് ഈ ബിസിനസ് പ്ലാൻ പറയുന്ന സമയത്ത് നിരവധി പരാതികൾ ഒന്ന് നാട്ടുകാർ പറയുന്നത്, 2 സൈഡും വന്നാലല്ലേ കിട്ടുക. നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവും, നിങ്ങളുടെ പല ആളുകളും പറയാറുണ്ട്, 2 സൈഡും വന്നാലല്ലേ കിട്ടുക. ഇന്നലെ വരെ അങ്ങനെയായിരുന്നു നമുക്ക്. എന്നാൽ ചരിത്രം തിരുത്തുകയാണ്, ചരിത്രം വഴിമാറുകയാണ്, പുതിയ ചരിത്രം നമ്മൾ തിരിക്കുകയാണ്. ഒരു സൈഡ് വന്നാലും നമുക്ക് 50 PVക്ക് 2020, 100 PVക്ക് 4040 കിട്ടുന്ന ഏക പ്ലാൻ അതാണ് ഈ ബയോട്ടോപ്പ് ഇൻട്രോഡ്യൂസ് ചെയ്തത്. ധൈര്യമായിട്ട് തീരുമാനങ്ങൾ എടുത്തോളൂ, ധൈര്യമായിട്ട് നിങ്ങൾ ഡ്രീം ചെയ്തോളൂ, ധൈര്യമായിട്ട് വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടോളൂ. കാരണം നിങ്ങൾ എത്ര വലുത് കണ്ടാലും അതിന് മുകളിൽ അതുക്കും മീതെ പറക്കാൻ കഴിയുന്ന ഒരു പ്ലാൻ ആയിട്ട് നമ്മുടെ ഇന്നത്തെ അപ്ഡേഷൻസ് മാറിക്കഴിഞ്ഞു എന്നാണ്. പറഞ്ഞാൽ ഇത് നടക്കും. ഈസി ആയിട്ട് നമുക്ക് അതിനെ വാല്യുബിൾ ആയ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കണം. അതാണ് പ്രത്യേകത. നമ്മള് ഓട്ടോറിക്ഷ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയോട് ബെൻസിന്റെ കഥ പറയും. ബെൻസിന്റെ പ്രത്യേകതകൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഓട്ടോറിക്ഷയെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സെലക്റ്റീവായ കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും അങ്ങനെ സെലക്ഷൻ ഓഫ് പീപ്പിൾ എന്ന് പറയുന്ന ആ വാചകത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഈ പാക്കേജുകൾ നിങ്ങൾക്ക് വ്യത്യസ്തരായ ആൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള നമ്മുടെ വാല്യൂ ആൻഡ് പ്രൊഡക്ട്സുകൾ വർക്കൗട്ട് ആവുന്നു. അത് നമ്മുടെ ഇൻകം സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കാൻ പോവാണ്. ഡയറക്ട് സെല്ലിംഗ് കടന്നു വരുന്ന തുടക്കക്കാരായ വ്യക്തികളിൽ 75% ആളുകളും ബിസിനസ്സിൽ നിന്ന് കിറ്റ് ചെയ്യുന്നത് അവർക്ക് പെട്ടെന്ന് വരുമാനം കിട്ടാത്തതുകൊണ്ടാണ്. കിറ്റ് ചെയ്തു പോയ ആളുകളെ നമ്മൾ സർവേ നടത്തിയാൽ അതിൽ 75-80% ആളുകളും 1 രൂപ പോലും ആ കമ്പനിയിൽ നിന്ന്, പ്രവർത്തിക്കുന്ന കമ്പനിയിൽ നിന്ന് വരുമാനം കിട്ടാത്ത ആളുകളാണ്. 1 രൂപ പോലും വരുമാനം കിട്ടാത്ത ആളുകളാണ്. ഇവിടെ നമ്മുടെ കമ്പനിയിലെ ഈ പുതിയ പ്ലാൻ അനുസരിച്ച് ഒരു നേട്ടം, ഇന്ന് കടന്നു വന്ന വ്യക്തിക്ക് ഇന്ന് തന്നെ ഒരു 50 PVയുടെ ഒരു 2020 രൂപ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞ 4ാമത്തെ ദിവസം ആളുടെ അക്കൗണ്ടിൽ ആ പണം ക്രെഡിറ്റ് ചെയ്യുന്നതോടുകൂടി ആളുടെ ബിലീഫ് സിസ്റ്റം സ്ട്രോങ് ആവും. ഈ കമ്പനി പണം തരുമെന്ന് ബോധ്യവും. അവർ ഈ കമ്പനിയോടൊപ്പം ഉറച്ചു നിൽക്കും. അവരുടെ കൂടുതൽ സമയം ഈ ബിസിനസ്സിലേക്ക് അവർ കൊടുക്കാൻ തയ്യാറാവും. ഇതിന് അവരൊരു ഇമ്പോർട്ടൻസ് കൊടുക്കും. വലിയ വലിയ സർവേകൾ പറയുന്ന കാര്യമാണ്, ഈ ബിസിനസ് കിറ്റ് ചെയ്തു പോകുന്ന 80%-ലധികം ആളുകളും 1 രൂപ പോലും വരുമാനം വാങ്ങാത്ത ആളുകളാണ്. അപ്പൊ നമുക്ക് അവർക്ക് തുടക്കത്തിൽ തന്നെ ഒരു വരുമാനം വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞാൽ അവർ ഇതില് നിലനിൽക്കും. സ്വാഭാവികമായിട്ടും നമ്മുടെ ടീമിന് അത് മുതൽക്കൂട്ടായിട്ട് മാറുന്നതാണ്. നമ്മുടെ വരുന്ന ആളുകളെ നമുക്ക് പിടിച്ചു നിർത്താൻ, അവരെ മുന്നോട്ട് നയിക്കാൻ, അവരുടെ ഉള്ളിൽ വിശ്വാസം പകരാൻ ഏറ്റവും നല്ല മാർഗമാണ് റഫറൽ ഇൻകം എന്ന് പറയുന്നത്. അവർ കടന്നു വന്നു, അന്ന് തന്നെ അവർക്കൊരു 50 PVയുടെ ഒരു ഇൻകം വാങ്ങിക്കൊടുത്താൽ, 100 PVയുടെ ഒരു ഇൻകം 4000 രൂപ അവരെ അക്കൗണ്ടിലേക്ക് വരുത്തി കൊടുത്താൽ അവർ സ്ട്രോങ് ആയിട്ട് ഉറപ്പോടെ നമ്മുടെ കൂടെ നിൽക്കും, ഉറച്ചു നിൽക്കും, ഉറപ്പാക്കി നിൽക്കും. അവരവിടെ നമ്മുടെ കൂടെ നിൽക്കും.
ആ ആ ഉറപ്പോടുകൂടി അവർ പ്രവർത്തിക്കുന്ന സമയത്ത് അവർ മറ്റുള്ള ആളുകളോട് സംസാരിക്കുന്ന രീതിയിൽ വ്യത്യാസം വരും. എന്താണ് അവർ പറയാ? കിട്ടും എന്നല്ല പറയാ. അവർക്ക് ധൈര്യമായിട്ട് പറയാതെ എനിക്ക് ഒരു സെയിൽ വെച്ചപ്പോ 4000 സംതിങ് എന്റെ അക്കൗണ്ടിലേക്ക് വന്ന് കാണിച്ച് കൊടുക്കാൻ പറ്റും, ഷോ ചെയ്യാൻ പറ്റും, പ്രൂഫ് കൊടുക്കാൻ പറ്റും. ആ പ്രൂഫ് അവരെ കോൺഫിഡൻസ് ലെവല് വാനോളം ഉയർത്തും. അവർ ധൈര്യമായിട്ട് 50% സാധ്യതയുള്ള സെയിലിനെ 100%മാക്കാൻ അവർക്ക് കഴിയുന്നതാണ്. ഇതാണ് ഈ റഫറൽ ഇൻകം കൊണ്ടുള്ള ഒരു നേട്ടം. അടുത്തൊരു നേട്ടം എന്താ? ഇവിടെ ഈ ഒരു സെയിൽ വെക്കുമ്പോ തന്നെ വരുമാനം വരുമോ? ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നിങ്ങൾ ഒരാളെ കൊണ്ടുവന്നു, ഇന്ന് തന്നെ അവരെ സെയിൽ വെച്ചു, അവർ ഇൻകം അതിൽ സൈറ്റിൽ ഷോ ചെയ്തു, 4ാം ദിവസം അവരെ ഇൻകം ക്രെഡിറ്റ് ആയി. അവർ നിങ്ങളെക്കാൾ ആവേശത്തോടെ ഫീൽഡിൽ ഇറങ്ങി ഓടും. എപ്പോഴും സെയിൽ എടുക്കുന്നത് ന്യൂ കമേഴ്സാ, പുതിയ ആളുകളാണ്. അവർക്കാണ് പുതിയ ബന്ധങ്ങളെ കണ്ടെത്താൻ കഴിയും. അവരെ ആ ബന്ധങ്ങളിൽ നമ്മൾ ബിസിനസിനെ കൃത്യമായി കൺവിൻസ് ചെയ്യാന്നുള്ള അപ്ലയൻസിന്റെ ഡ്യൂട്ടി. അപ്പൊ അവരെ ഈ 4040 രൂപ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരെ അടുത്ത ബന്ധു, അടുത്ത സുഹൃത്ത് ഈ ബിസിനസ്സിൽ ഇറങ്ങി വരാൻ താല്പര്യം പ്രകടിപ്പിക്കും. അതായത് ഒഴിഞ്ഞുപോക്ക് കുറയ്ക്കാൻ ഏറ്റവും നല്ല ഒരു മെത്തേഡാണ് നമ്മുടെ ഇപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള റഫറൽ. ഇനി രണ്ടാമത്തെ ഫീൽഡ് വർക്ക് ബോണസ്. എന്താണ് ഫീൽഡ് വർക്ക് ബോണസ്? 10 days 10 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും 5 ദിവസം 2 കട്ട് ഓഫിലും നമ്മൾ ഫാമിലി ബോണസ് അച്ചീവ് ചെയ്താൽ കമ്പനി നമുക്കൊരു അഡീഷണൽ ഇൻകം തരും. വളരെ സിമ്പിളാണ്. തുടർച്ചയായി 5 ദിവസം വേണമെന്നില്ല, ഏതെങ്കിലും 5 ദിവസം, ഒന്നരാടാവാം, ആദ്യത്തെ 5 ദിവസം ആവാം, അങ്ങനെ വേണമെങ്കിലും 5 ദിവസം. ആ 5 ദിവസം എന്ത് സംഭവിക്കണം? 2 കട്ട് ഓഫിലും നമുക്ക് ഫാമിലി ബോണസ് ലഭിച്ചിരിക്കും. ഓക്കെ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം 100 PV ആണ് ഈ രണ്ട് കട്ട് ഓഫിലും നമ്മൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു 100 PV മാച്ചിങ് ഫാമിലി ബോണസിന്റെ നമുക്ക് ആ മാച്ചിങ്ങിനോടൊപ്പം 6820 കമ്പനി 1500 തരും. അപ്പൊ 2 കട്ട് ഓഫ് കൂടി ആകുമ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു ദിവസം 3000 രൂപ കിട്ടും. 100 PV ആണെങ്കിൽ. 50 PV ആണെങ്കിൽ 750 1500 രൂപ നമുക്ക് കിട്ടും. ഇനി 25 PV ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 375 750 രൂപ കിട്ടും. ഇനി ഇതെല്ലാ കട്ട് ഓഫിലും 100 PV വന്നില്ലെങ്കിലും ഒരു കട്ട് ഓഫില്, മോർണിംഗ് കട്ട് ഓഫിൽ 100 PV വന്നു, ഈവനിങ് കട്ട് ഓഫിൽ 50 PV ആവും. അല്ലെങ്കിൽ മോർണിംഗ് കട്ട് ഓഫിൽ 50 PV വന്നു, ഈവനിങ് കട്ട് ഓഫിൽ 25 PV ആവും. ഏത് കട്ട് ഓഫ് ഫാമിലി ബോണസ് അടിച്ചാൽ മതി. അപ്പോ ഈ ഓരോ കട്ട് ഓഫിലും വന്ന ഫാമിലി ബോണസിന് അഡീഷണൽ തരുന്ന സംഖ്യ നമുക്ക് കിട്ടും. ഉദാഹരണത്തിന് മോർണിംഗ് കട്ട് ഓഫിൽ നമുക്ക് 100 PV വന്നു, അപ്പൊ സ്വാഭാവികമായിട്ടും അഡീഷണൽ ആയിട്ട് നമുക്ക് 1500 തന്നു. ഈവനിങ് കട്ട് ഓഫിൽ വന്നത് നമുക്ക് 50 PV ആണ്, അപ്പോ നമുക്ക് 750 കിട്ടി. അപ്പൊ ആ ദിവസത്തെ എത്രയായിരിക്കും? ഈ പറയുന്ന 1500 പ്ലസ് 750 2250 രൂപ. ഇനി അടുത്ത ദിവസം രണ്ടും 100 PV ആണെങ്കിൽ ആ എമൗണ്ട് കിട്ടും. ഇനി പിന്നെ ദിവസം രണ്ടും ഒരു പക്ഷെ 25 PV ആവാം, അപ്പൊ 25 PV കിട്ടും. അങ്ങനെ ടോട്ടൽ നമുക്കൊരു ഓരോ ദിവസവും ഫീൽഡ് ഇറങ്ങി ഓടുന്ന പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഒരു ഫീൽഡ് ബോണസാണ്, ബൂസ്റ്റർ ബോണസാണ്. നമ്മുടെ വർക്കിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യിക്കാനായിട്ട് കമ്പനി തരുന്ന ഒരു ഓഫറാണ് ഇത്. നമ്മുടെ ടീമുകളിൽ മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ നിങ്ങളുടെ ടീമിലേക്ക് ഒന്ന് ടോർച്ചടിക്കുക. ആദ്യം സ്വയം നിങ്ങൾ 1 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ നിങ്ങൾ അതിന് സന്നദ്ധനാവുക. ഞാൻ ഇങ്ങനെ പറയും, നിങ്ങളുടെ ടീമിലെ വിത്ത് തേങ്ങകളെ സെലക്ട് ചെയ്യുക. നമ്മൾ പണ്ട് കാലത്ത് കാരണന്മാര് ചെയ്യാറുണ്ട്. ഇപ്പൊ തേങ്ങാക്കൂട്ടം കെടുക്കാണ്, നാളികേരങ്ങൾ കെടുക്കാണ്, തെക്ക് നിന്നിട്ട് ഇങ്ങനെ കുന്നായി കെടുക്കുകയാണ്. അതിൽ നിന്ന് ചില തേങ്ങകൾ കുലുക്കി നോക്കും കാരണന്മാര്, എന്നിട്ട് അത് മാറ്റിയിടും. മറ്റുള്ളത് വിൽക്കാൻ എണ്ണയ്ക്കോ മറ്റുള്ള കാര്യം വിൽക്കും. ഈ മാറ്റിടുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചാൽ അത് വിത്ത് തേങ്ങയാണ്. അത് വീണ്ടും കുഴിച്ചിട്ട് അത് വളർത്താനുള്ളതാണ്. അതാണ് വിത്ത് തേങ്ങ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ടീമിലെ വിത്ത് തേങ്ങകളെ നിങ്ങൾ സെലക്ട് ചെയ്യണം. വിത്ത് തേങ്ങകളെ സെലക്ട് ചെയ്യണം. ഈ വിത്ത് തേങ്ങകൾ എന്ന് പറയുന്നത് എന്താ? അവർക്ക് ആഗ്രഹം ഉണ്ടാവണം. ഒന്നാമത്തെ കണ്ടീഷൻ ആഗ്രഹം ഉണ്ടാവണം. 2, അവരെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി സമയം കണ്ടെത്തണം. അതിനുവേണ്ടി സമയമുള്ളവരായിരിക്കണം.
മൂന്നാമത്തെ കണ്ടീഷൻ, നമ്മളോട് സഹകരിക്കാൻ പറ്റുന്ന ആളുകളാവണം. സത്യം പറഞ്ഞാൽ രാത്രിനെ പകലാക്കാൻ പറ്റുന്ന, കൃത്യമായിട്ട് ഒരു ദിവസം 5-10 മണിക്കൂർ, ഏറ്റവും കുറഞ്ഞ 10 മണിക്കൂറെങ്കിലും ഫീൽഡിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളെ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. അവർക്ക് ആഗ്രഹം ഉണ്ടാവണം, ഇതിനു വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഫീൽഡിൽ ഇറങ്ങാൻ, നമ്മളോട് സഹകരിക്കാൻ അവർ തയ്യാറാവണം. ഇങ്ങനെ ഉള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കൂടെ നിങ്ങളുടെ സമയം നിങ്ങൾ ചെലവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ടീമില് ഇപ്പൊ 10 ആളുണ്ട്, ചിലപ്പോൾ 2 ആളെങ്കിലും ഈ ഫീൽഡ് ബോണസ് വാങ്ങിക്കൊടുക്കാൻ കഴിയും. അങ്ങനെ ഒരു അച്ചീവ്മെന്റ് നിങ്ങളുടെ ടീമിൽ ക്രിയേറ്റ് ചെയ്താൽ ഈ ഫീൽഡ് ബോണസ് വാങ്ങുന്ന ആളുകൾ ഭാവി എന്ന് പറയണ്ട, ഒരു 6 മാസം 1 കൊല്ലം കഴിയുമ്പോൾ കോടീശ്വരനാണ്. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന, ത്രസിപ്പിക്കുന്ന ഒരു മാറ്റമാണ് ഈ ബയോട്ടോറി എന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ഡെയിലി നമുക്ക് സീലിംഗ് 0.25 നമുക്ക് മാച്ച് ചെയ്യണം, റീപർച്ചേസ് ചെയ്യണം. അപ്പോൾ മാത്രമേ നമ്മുടെ LRP പോയിന്റുകൾ അപ്ഡേറ്റ് ചെയ്യുള്ളൂ, റീപർച്ചേസിംഗ് കിട്ടുള്ളൂ. ഇതൊക്കെ നമുക്കറിയാം. ആ 0.25 മാച്ച് ചെയ്യുമ്പോൾ 157 രൂപ 50 പൈസയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഒരു കട്ട് ഓഫില് 100 PV ആയിരുന്നു നമുക്ക് സീലിംഗ്. 100 PV എന്ന് പറയുന്ന സമയത്ത് ഒരു ദിവസം ഒരു കട്ട് ഓഫിൽ 63,000 രൂപ, ഒരു ദിവസം 1,26,000 രൂപ, അങ്ങനെ ഒരു മാസം 38 ലക്ഷം രൂപ, ഒരു വർഷം 4.5 കോടി രൂപ. ഇതാണ് നമ്മുടെ പഴയ, ഇപ്പൊ പറയുമ്പോൾ അത് ചെറുതായി പോകും, നമ്മുടെ പ്ലാൻ. വലിയ പ്ലാനാണ്, ഇന്ത്യയിൽ ഒരു കമ്പനിക്ക് ഇല്ലാത്ത ഒരു പ്ലാനാണ്. എന്നാൽ ആ പ്ലാനിനെ ഒന്നുകൂടെ മികച്ചതാക്കുന്നു അതിന്റെ ഏറ്റവും അതായത് ഏറ്റവും വലിയൊരു സംഖ്യയിലേക്ക്, അതായത് ഡെയിലി ഒരു കട്ട് ഓഫില് 1500 പോയിന്റ് സീലിംഗ് ഉയർത്തിയിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത, കാൽക്കുലേറ്ററിൽ മാത്രം കണക്കൂട്ടുന്ന ഒരു സംഖ്യയിലേക്ക് നമ്മുടെ ഇൻകം മാറുകയാണ്. ഒരു പോയിന്റിന് നമുക്കറിയാം, ഒരു 0.25 വെച്ച് 4 തവണ കൂടുമ്പോഴാണ് ഒരു പോയിന്റ് ആവുന്നത്. 0.25 into 4, അപ്പൊ സ്വാഭാവികമായിട്ടും 630 രൂപ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന 630-നെ നമുക്ക് ഇത്രയും നാൾ നമ്മൾ 100 കൊണ്ടാണ് കുടിക്കാറ്. 100 കൊണ്ട് കുടിക്കുന്നതിന് പകരം 1500 കൊണ്ട് കുടിക്കുമ്പോ ഏകദേശം 9 ലക്ഷത്തിൽ മേലെ, 9.25 അല്ലെ, 10 ലക്ഷത്തോട് അടുത്തുള്ള ഒരു സംഖ്യയിലേക്ക് വരികയാണ്. ഒരു ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം 18 ലക്ഷം, അതായത് ഒരു മാസം നമ്മൾ ഒരു വർഷം ഇപ്പോ ഈ ബയോട്ടോറിയത്തിൽ പറഞ്ഞിരുന്ന ടോട്ടൽ ഇൻകം ഈ പറയുന്ന 5.5 കോടിയാണെങ്കിൽ ഇത് ഒരു മാസം കിട്ടുന്ന രീതിയിലേക്ക്, ഒരു വർഷത്തെ ഇൻകത്തെ ഒരു മാസത്തേക്ക് കമ്പനി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു വർഷം 70 കോടി രൂപയോളം, ഒരു വർഷം 70 കോടി രൂപയോളം നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാനായി, ഒരു മാർക്കറ്റിംഗ് പ്ലാനായി ഈ ബയോട്ടോറിയം ഇതിനെ ചേഞ്ച് ചെയ്തിരിക്കുന്നു, ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. ഒരു വണ്ടർഫുൾ ആണ്, അതായത് അത്ഭുതകരമാണ്. ഒരു വ്യക്തിക്ക്, ഒരു കമ്പനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക് നമ്മുടെ പ്ലാൻ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു. നോക്കൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം ഒരു വർഷം കിട്ടുമെന്ന് പറയുന്ന സംഖ്യ ഇന്ന് ഒരു മാസം കിട്ടും. 100 കോടി എന്ന് പറയുന്ന ഒരു പ്ലാനിങ് ഇന്ന് വളരെ സിമ്പിൾ ആണ്, പൂ പോലെ. ആ രീതിയിലേക്ക് നമ്മുടെ പ്ലാനെ നമ്മുടെ കമ്പനി അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്രയും വലിയ അപ്ഡേഷൻസ് ഒരു വ്യക്തിക്ക് ഒരു വർഷം 70 കോടിയോളം അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നങ്ങളിൽ പോലും ഇല്ലാത്ത ആ ഒരു സംഖ്യയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഒരു 3100 അല്ലെങ്കിൽ ഈ പറയുന്ന 6000, 8000, 10000 എന്താവട്ടെ, ചെറിയൊരു മുതൽ മുടക്കിൽ നമ്മുടെ ജീവിതകാലം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നം പർച്ചേസ് ചെയ്തുകൊണ്ട്, എന്റെ ഭാഷയിലെ കാപ്പിക്കാശിന് കോടീശ്വരനാവുക എന്നതിനപ്പുറത്തേക്ക് കാപ്പിക്കാശിന് ശതകോടീശ്വരനാവാനുള്ള ഒരു അവസരമാണ് നമ്മുടെ കമ്പനി നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. കൃത്യമായ ഒരു പ്ലാനും പദ്ധതിയും നമ്മുടെ കമ്പനി നമുക്ക് തന്നു കഴിഞ്ഞു. ആ ഡയറക്ട് റഫറൽ ബോണസിലൂടെ, നമ്മുടെ റീപർച്ചേസ് ഇൻകത്തിലൂടെ വർഷം 70 കോടി രൂപയിലേക്ക് നിങ്ങൾ ഓരോ വ്യക്തികളും പ്ലാൻ ചെയ്യണം. ആ രീതിയിലേക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റണം. കാരണം നമ്മളെ സംബന്ധിച്ച് ജീവിതത്തിൽ ഇനി നേടാനുള്ളതെല്ലാം ഈ ബയോട്ടോറി നമുക്ക് നൽകും. അതിനായി തയ്യാറെടുക്കുക. നിങ്ങളുടെ സമയത്തെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അസുലഭമായ അവസരത്തെ നമുക്ക് ഒരുമിച്ച് ഒന്നായി നേടാം. എല്ലാവർക്കും ആരോഗ്യവും സമ്പാദ്യവും ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങൾ ഈ ബയോട്ടോറിയത്തിലൂടെ കേവലം ആഴ്ചകൾക്കുള്ളിൽ, മാസങ്ങൾക്കുള്ളിൽ നടപ്പിലാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ജയ് ജയ് ഈ ബയോട്ടോറിയം. താങ്ക് യു.